Hello everyone, welcome back to Rank Excel PSC. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 യൂണിറ്റ് 4 സമ്പത്തും ലോകവും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലോട്ട് വരിക. സാമ്രാജ്യത്വം. ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച് 1906 പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണിത്. ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റിവരിയുന്നതായാണ് കാർട്ടൂണിൽ ചിത്രീകരിക്കുന്നത്. യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടുത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് ഈ കാർട്ടൂൺ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രീകരണത്തിൻ്റെ പേരാണ് ബെൽജിയൻ കോങ്കോയിലെ റബ്ബർ ചുരുളുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ചിലാണ്, 1906. അപ്പോൾ ഈ ഒരു ചിത്രീകരണത്തിൻ്റെ ഈ കാർട്ടൂണിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടുത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ കാർട്ടൂണിൽ കൊടുത്തിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കോങ്കോ സ്വദേശിയെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന സർപ്പത്തിൻ്റെ രൂപത്തിലുള്ളത് റബ്ബർ ചുരുളുകളാണ്. പിന്നെ അതിൻ്റെ ആ ഹെഡ് എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവിൻ്റെ ഹെഡാണ് കൊടുത്തിട്ടുള്ളത്. വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു. തൽഫലമായി ബെൽജിയം പോലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യാവസായിക മുതലാളിമാർ ശ്രമിച്ചു. വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു. തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കോളനികളിലാണ് ഇവർ ഈ വിപണികൾ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികളുമായി യൂറോപ്യർ മാറ്റി. ഇതിനായി അവിടെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു. ഇത് സാമ്രാജ്യത്വത്തിന് വഴിതെളിയിച്ചു. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ബെൽജിയൻ കോങ്കോയിലെ റബ്ബർ ചുരുളുകൾ എന്നുള്ള ഈ ഒരു കാർട്ടൂണിലൂടെ കാണിക്കുന്നത്. അപ്പം ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കാർട്ടൂൺ. എന്താണ് സാമ്രാജ്യത്വം? ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഈ രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായി തീർന്നു. താമസിയാതെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളായി ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു. ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു. ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു. ഇത് 20-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ച പശ്ചാത്തലം നമുക്കൊന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. എന്താണ്? ഉൽപാദനം വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടുവാനുള്ള മുതലാളിമാരുടെ ശ്രമം, അതാണ് ഒരു കാരണം. വേതനത്തിലെ കുറവ് ജനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ശേഷിയെയും കുറച്ചു.
അങ്ങനെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിപണികൾക്കായുള്ള വ്യാവസായിക രാജ്യങ്ങളുടെ അന്വേഷണം, അങ്ങനെ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയുമാക്കി മാറ്റൽ, ഇതാണ് സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ വളർന്നു വരാൻ തുടങ്ങി. അവർ തമ്മിലുള്ള മത്സരങ്ങളിലേക്ക് ഇത് നയിച്ചു. അങ്ങനെ ഈ മത്സരങ്ങൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. ഇനി ആ സംഘർഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാം ലോകയുദ്ധം, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു വിവരണം നോക്കാം. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾ അറുതി വരുത്തിയ ബാൽക്കൺ യുദ്ധത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സാരായാവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മീറ്ററാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദർശനം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സാരായാവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് സാരായാവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായി തീർന്ന ഒരു കൊലപാതകത്തിൻ്റെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് സാരായാവോയിൽ വെച്ച് കൊല്ലപ്പെട്ടത് എപ്പോഴാണ്? 1914 ജൂൺ 28-നാണ്. 1914 ജൂൺ 28-നാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് മീറ്ററാൻഡ് സന്ദർശനം നടത്തിയ സ്ഥലമാണിത്, സാരായാവോ. അത് ഫ്രാൻസിസ് ഫെർഡിനൻഡ് ഓർമ്മയ്ക്കായിട്ട് ജൂൺ 28-നാണ് സന്ദർശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വിവരണത്തിൽ നിന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രശസ്ത ചരിത്രകാരൻ എറിക് ഹോബ്സ്ബോം ഫ്രഞ്ച് പ്രസിഡന്റ് സാരായാവോയിലേക്ക് നടത്തിയ യാത്രയെ വിവരിക്കുന്ന ഭാഗമാണത്. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്നായ കൊലപാതകമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യ യുദ്ധമായിരുന്നു ഇത്. ഏത്? ഒന്നാം ലോക യുദ്ധം. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വിവരണം എഴുതിയിരിക്കുന്നത് പ്രശസ്ത ചരിത്രകാരനായ എറിക് ഹോബ്സ്ബോം ആണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ നോക്കാം. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. സാമ്രാജ്യത്വ ശക്തികളുടെ കിടമത്സരത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുത്താൽ മാത്രമേ പുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സാമ്പത്തിക വ്യാവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അഭൂതപൂർവമായ മുന്നേറ്റം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തി. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിൻ്റെയും കോളനികളായിരുന്നതിനാൽ തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. ഇതിനായി അവർ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾക്കുണ്ടായി. അങ്ങനെ സംഘർഷങ്ങളും ശത്രുതയും വളർന്നു വന്നു. തീവ്രദേശീയത. എന്താണ് തീവ്രദേശീയത? സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത എന്നറിയപ്പെടുന്നത്. ഇത് പലപ്പോഴും വംശീയതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം തങ്ങളുടേതാണ് എന്ന വാദം പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. ഇതര പ്രദേശങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ രാഷ്ട്രവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രങ്ങൾ വംശീയതയെ ഉപയോഗിക്കുകയായിരുന്നു. തീവ്രദേശീയത ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു. പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്.
എന്താണ് തീവ്ര ദേശീയത? സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായുള്ള സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത. തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ. ഇനി എന്താണ് പാൻസ്ലാവ് പ്രസ്ഥാനം? കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് ഇത് പാൻസ്ലാവ് പ്രസ്ഥാനം. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാൽക്കൻ രാജ്യമായ സെർബിയയാണ്. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെ ഏകീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് ബാൽക്കൻ രാജ്യമായ സെർബിയയാണ്. റഷ്യയും ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ പാൻസ്ലാവില് സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെ ഏകീകരിക്കാനായിരുന്നു ഇവരുടെ പാൻ ജർമ്മൻ പ്രസ്ഥാനം. ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ അധികാരം വ്യാപിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ജർമ്മനിയാണ്. ഇനി അടുത്തൊരു കാരണമാണ്, യുദ്ധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. കോളനികൾക്കായുള്ള മത്സരവും തീവ്ര ദേശീയതയും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. ഇത് രാജ്യങ്ങളെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. തൽഫലമായി 2 പ്രധാന സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു. അവയാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. നമുക്കിനി നോക്കാം ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഇവിടെ നോക്കൂ, ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറിയാണ്. ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് ത്രികക്ഷി സഖ്യം. ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 സഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. ഒരു രാഷ്ട്രത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശമോ കോളനിയോ മറ്റൊരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. സൈനിക സഖ്യങ്ങളിൽ അംഗമായ ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റ് സഖ്യ അംഗങ്ങൾ കൂടി പങ്കുചേർന്നതോടെ പ്രതിസന്ധികൾ രൂക്ഷമായി തീർന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സാരായാവോയിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് കൊല്ലപ്പെട്ടത് നമ്മൾ മുമ്പ് ആ വിവരണത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പയാണ് അദ്ദേഹത്തെ വധിച്ചത്. ഇപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ചത് ആരാണ്? സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പയാണ് അദ്ദേഹത്തെ വധിച്ചത്. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വധത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. തുടർന്ന് 1914 ജൂലൈ 28-ന് ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുപക്ഷത്തും സഖ്യ രാഷ്ട്രങ്ങൾ അണിചേർന്നോടെ ഇത് ലോകയുദ്ധമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ്, ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണം. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. എന്താണ് സർവ്വരാജ്യ സഖ്യം? ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10-ന് ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണിത് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചത് 1920 ജനുവരി 10-നാണ്. യൂറോപ്പിൽ സമഗ്രാധിപത്യത്തിൻ്റെ വളർച്ച.
2021 തന്നെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിത ലിദിയ മാക്സിമോവിക്സിൻ്റെ കയ്യിൽ അവൾ 3-ാം വയസ്സിൽ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ എത്തിയപ്പോൾ പച്ചകുത്തിയ ജയിൽ പുള്ളി നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിച്ചു. ഓഷ്വിറ്റ്സിൽ ഡോക്ടർ ജോസഫ് മംഗലയുടെ അതിക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട ആ കുഞ്ഞു മാലായിക്ക് ഓരോ ദിവസവും മരണത്തെ നേരിൽ കാണേണ്ടി വന്നിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് അവളുടെ അമ്മ ഒളിച്ചു കടത്തി കൊണ്ടുവന്ന അപ്പകഷ്ണങ്ങളിലാണ് ആ കൊച്ചു ജീവൻ പിടിച്ചു നിന്നത്. ഓഷ്വിറ്റ്സിൽ നിന്ന് മോചിതയായപ്പോൾ 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവളെ കാത്തിരുന്നതാകട്ടെ എവിടെയോ ഓടിപ്പോകാൻ നിർബന്ധിതയായിരുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. അപ്പോൾ ഇത് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓഷ്വിറ്റ്സിലെ പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ, നാസി തടങ്കൽ പാളയം അതിജീവിച്ച ലിദിയ മാക്സിമോവിക്സിൻ്റെ ജീവിതകഥയാണ്. എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന പുസ്തകത്തിലാണ് അവർ താൻ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പോൾ 1-ാം ലോക യുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഫലമായി സമഗ്രാധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നു. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നതാണ് സമഗ്രാധിപത്യം. അപ്പോൾ എന്താണ് സമഗ്രാധിപത്യം? പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നതിനെയാണ് സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. ഈ ആശയ സംഹിത രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കണമെന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്നു. സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനാധിപത്യത്തിൻ്റെ നിരാസം, സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, സ്വച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ. ഇറ്റലിയിലും ജർമ്മനിയിലുമായിട്ട് ഉയർന്നു വന്ന 2 പ്രസ്ഥാനങ്ങളാണ് ഫാഷിസവും നാസിസവും. ഇനി അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇറ്റലിയിലെ ഫാഷിസം എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥാപകൻ ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ഈ ഫാസിസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് കേട്ടോ ഈ ഫാഷിസം എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ് ഈ ഫാഷിസം എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചു. അപ്പം ഫാഷിസമാണ് കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചത്. ഫാഷിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത. അപ്പോൾ മുസോളിനി ആണ് ഫാഷിസത്തിൻ്റെ സ്ഥാപകൻ. ഇറ്റലിയിലാണ് ഇത് വളർന്നു വന്നത്. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘം രൂപീകരിച്ചത് ഇറ്റലിയിലാണ്. ഇനി ജർമ്മനിയിലുള്ളതാണ് നാസിസം. സ്ഥാപകൻ അഡോൾഫ് ഹിറ്റ്ലർ ആണ്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം നൽകി. അപ്പോൾ നാസിസമാണ് തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം നൽകിയത്. കരിങ്കുപ്പായക്കാർ ഫാഷിസം. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കി. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ നാസിസമാണ് ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചത്. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ 2-ാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പം നാസിസം രൂപീകരിച്ചത് ഹിറ്റ്ലറും ഫാഷിസം മുസോളിനിയുമാണ്. കരിങ്കുപ്പായക്കാർ എന്ന സേന രൂപീകരിച്ച ഫാഷിസമാണ്. തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം നൽകിയത് നാസിസമാണ്. വീണ്ടും യുദ്ധത്തിലേക്ക്. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അറിയുന്ന എല്ലാവരിലും വെച്ച് എൻ്റെ അന്തിമ ചിന്തകൾ ഏറ്റവും അധികം സ്പർശിക്കാൻ പോകുന്നത് അമ്മയെ ആയിരിക്കുമെന്ന് എനിക്കറിയാവുന്നതിനാൽ അവ ഞാൻ അമ്മയോട് തന്നെ പങ്കുവെക്കട്ടെ. എൻ്റെ വിധി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ എൻ്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മയ്ക്ക് എന്താണ് എഴുതേണ്ടത് എന്നെനിക്കറിയില്ല.
കാരണം എനിക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉചിതമായ വാക്കുകൾ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ എൻ്റെ പങ്കാളിത്തം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. വിജയം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷേ ഞാൻ മരിക്കുകയാണ്. സ്പാർട്ടക്കോ ഫോണ്ടനോട്ട്. ഇപ്പോൾ ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിലെ ഇറ്റാലിയൻ സന്നദ്ധ സൈനികനായിരുന്ന സ്പാർട്ടക്കോ ഫോണ്ടനോട്ട് മരണത്തിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അയച്ച കത്താണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടാം ലോക യുദ്ധത്തിലാണ്. 1939 മുതൽ 1945 വരെ നടന്ന 45 വരെയാണ് രണ്ടാം ലോക യുദ്ധം നടന്നത്. വേഴ്സായി ഉടമ്പടി. ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണിത്, വേഴ്സായി ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ അവകാശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോകയുദ്ധം വേഴ്സായി ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് ഇത്, വേഴ്സായി ഉടമ്പടി. അപ്പോൾ വേഴ്സായി ഉടമ്പടിയുടെ ശില്പികളെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡേവിഡ് ലോയിഡ് ജോർജ്, ഇംഗ്ലണ്ട്; ജോർജ് ക്ലെമൻസോ, ഫ്രാൻസ്; വുഡ്രോ വിൽസൺ, അമേരിക്ക. ഇവരാണ് വേഴ്സായി ഉടമ്പടിയുടെ ശില്പികൾ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പരാജയം. ഇപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഒന്ന് ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ ആണ്. പിന്നെ ഒന്ന് വേഴ്സായി ഉടമ്പടിയും ഏതാണ് രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക യുദ്ധാനന്തരം ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളാണ് ഫാഷിസവും നാസിസവും. നാസിസമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ, ഫാഷിസമാണ് മുസോളിനിയുടെ. അപ്പോൾ ഈ നാസിസം, ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകളെല്ലാം രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേഴ്സായി ഉടമ്പടിയും രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇനി സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പരാജയം. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും പരിഹരിക്കാനോ അന്തർദേശീയ നിരായുധീകരണം നടപ്പിലാക്കാനോ ഒന്നാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട് സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചില്ല. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ടു പോയപ്പോൾ നടപടിയെടുക്കുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. സാമ്രാജ്യത്വ കിടമത്സരം ചുവടെ കൊടുത്തിരിക്കുന്ന സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിവെച്ചു. ഒന്നാണ് അച്ചുതണ്ട് ശക്തികൾ. അച്ചുതണ്ട് ശക്തികൾ ഇതിൽ വരുന്നത് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യശക്തികളുടെ ഭാഗമായിട്ട് മാറി. ഇനി എന്താണ് മ്യൂണിച്ച് ഉടമ്പടി? ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്കിയയിലെ ഏറ്റവും വ്യവസായവൽകൃത പ്രദേശമായ സുഡന്റൻലാൻഡിനുമേൽ അവകാശവാദം ഉന്നയിച്ചു. ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത ഇവിടെ വസിക്കുന്നു എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. ഹിറ്റ്ലറുടെ ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിനു പകരം ഫ്രാൻസും ബ്രിട്ടനും 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. ഈ ഉടമ്പടിയാണ് അറിയപ്പെടുന്നത് മ്യൂണിച്ച് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഈ ഉടമ്പടിക്ക് ചെക്കോസ്ലോവാക്കിയയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അവരെ പിന്തുണച്ച സോവിയറ്റ് യൂണിയനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല. അപ്പോൾ മ്യൂണിച്ച് ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നെവിൽ ചേംബർലിൻ നമ്മുടെ കാലഘട്ടത്തിൻ്റെ സമാധാനം എന്ന ഉടമ്പടിയെ വാഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രീണന നയം. റഷ്യൻ വിപ്ലവാനന്തരം നിലയിൽ വന്ന സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ലോകത്ത് വ്യാപിപ്പിച്ചു. ഇത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെ ഭയപ്പെടുത്തി. തൽഫലമായി അവർ സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ടു. ഫാഷിസ്റ്റ് ആക്രമണത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായി അവർ കരുതി. മ്യൂണിച്ച് ഉടമ്പടി പാശ്ചാത്യ പ്രീണനത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ്. ഈ പ്രീണന നയങ്ങൾ ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും അദ്ദേഹം ആക്രമണ പരമ്പരകൾ നിർബാധം തുടരുകയും ചെയ്തു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്.
ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ലോകമാകെ ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിച്ചു. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും തിരിച്ചടിയേറ്റു. യൂറോപ്പിൻ്റെ ആധിപത്യം അവസാനിച്ചു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു. ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്രാധിപത്യം അവസാനിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടി. ആഗോള ശക്തികളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഇത് ഐക്യരാഷ്ട്ര സംഘടന. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലയിൽ വന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നിലയിൽ വന്ന വർഷം ഏതാണ്? 1945 ഒക്ടോബർ 24. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഇത് നിലയിൽ വന്നത്. ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. യുദ്ധാനന്തര ലോകം. സാമ്പത്തിക താൽപ്പര്യങ്ങളായിരുന്നു യൂറോപ്യൻ ശക്തികളുടെ സാമ്രാജ്യത്വ കിടമത്സരത്തിനും രണ്ട് ലോക യുദ്ധങ്ങൾക്കും കാരണമായി തീർന്നത്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാനത്തോടെ പരസ്പരം പോരടിച്ചിരുന്ന യൂറോപ്യൻ ശക്തികൾ അപ്രസക്തരായി തീർന്നു. അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും വിപരീത സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്നു. അമേരിക്ക മുതലാളിത്ത നയങ്ങളും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളുമാണ് സ്വീകരിച്ചത്. അപ്പോൾ അമേരിക്ക മുതലാളിത്ത നയങ്ങളും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളുമായിരുന്നു സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭയക്കുകയും സ്വന്തം ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഈ ശീതസമരം അരനൂറ്റാണ്ടോളം നീണ്ടുനിന്നു. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് മുമ്പ് സൂചിപ്പിച്ചു. ഇതോടെ മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തു. ഇത് മറ്റൊരു തരം കോളനിവൽക്കരണം ആയിരുന്നു. ഈ നയം നിയോ കൊളോണിയലിസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുത്തൻ കൊളോണിയൽ നയം ധനമുതലാളിത്തത്തിലൂടെയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ പരോക്ഷമായിട്ട് ഉള്ള ചൂഷണം ആണ് അല്ലെങ്കിൽ കോളനിവൽക്കരണമാണ് നിയോ കൊളോണിയലിസം എന്നറിയപ്പെടുന്നത്. ഇത് പുത്തൻ കൊളോണിയൽ നയം ധനമുതലാളിത്തത്തിലൂടെയാണ് നടപ്പിലാക്കിയത്, ഫിനാൻസ് ക്യാപിറ്റലിസത്തിലൂടെ. അപ്പോൾ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകിയിട്ട് അവർ പരോക്ഷമായിട്ടാണ് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള കോളനിവൽക്കരണമാണ്. ഇതിനെയാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശീതസമരം, എന്താണ് ധനമുതലാളിത്തം എന്നുള്ളത് നോക്കാം. ശീതസമരം, കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ പിന്തുടർന്ന ആശയപരമായ ഏറ്റുമുട്ടലാണെന്ത്? ശീതസമരം. ഇത് പ്രത്യക്ഷ യുദ്ധത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ കാലമായിരുന്നില്ല. ഈ രണ്ട് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത് ചേരിചേരാ പ്രസ്ഥാനം. ഇനി ധനമുതലാളിത്തം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്ന സമ്പത്ത് വ്യവസ്ഥയാണിത് ധനമുതലാളിത്തം. വ്യാവസായിക ഉൽപ്പാദനത്തെക്കാളും ജനക്ഷേമത്തെക്കാളും ഈ ഘട്ടത്തിൽ പ്രാധാന്യം സാമ്പത്തിക കൈമാറ്റങ്ങൾക്കാണ്. ബാങ്കുകളും ഓഹരി വിപണിയും നിക്ഷേപ സ്ഥാപനങ്ങളും ഈ സമ്പത്ത് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഉൽപാദനമോ സാങ്കേതിക വിദ്യാ പരിഷ്കാരമോ ഇല്ലാതെ തന്നെ വളരെയധികം സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് ഈ സംവിധാനത്തിൽ അവസരം ലഭിക്കുന്നു. സൈന്യവും യുദ്ധവും കൂടാതെ ലോകം മുഴുവനും സ്വാധീനം ചെലുത്താൻ ധനമുതലാളിത്തം വൻകിട സ്ഥാപനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുതൽ മുടക്ക് നടത്തി ലാഭം കൊയ്യുന്നു. ധനമുതലാളിത്തം വൻ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരും പരമ്പരാഗത തൊഴിലുകൾ ഏർപ്പെടുന്നവരും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന വിഭവങ്ങൾ നഷ്ടമാവുകയും അവ ഏതാനും ചില മുതലാളിമാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. അനിയന്ത്രിതമായ വിഭവ ചൂഷണം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രൂപപ്പെട്ട സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും അതിനോട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഈ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത്. 5 നൂറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം പല ഘട്ടത്തിലൂടെ വികസിച്ചു.
ഇത് ലോക ചരിത്രത്തെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നും കോടാനുകോടി ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ സ്പർശിച്ചു എന്നും ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രഗതിയെ നിർണ്ണയിക്കുന്നതിൽ സാമ്പത്തിക ഘടകങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുള്ള പങ്ക് അത് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം മുതലാളിത്ത താല്പര്യങ്ങൾക്ക് മുമ്പിൽ മാനവിക മൂല്യങ്ങൾക്കുണ്ടായ തകർച്ചയ്ക്ക് ഈ കാലം സാക്ഷിയാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ യൂണിറ്റ് 4 നിങ്ങൾ ഇപ്പോൾ 2 വീഡിയോയിലായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ 2 വീഡിയോസും കാണാം. നല്ലപോലെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതുവരയ്ക്കും ഈ ക്ലാസ്സുകൾ നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നോ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺ. താങ്ക് യു.